അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 9 ചൊവ്വാഴ്ച. ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുൾപ്പെട്ട MT മാരി വെക്സ് ഇന്ധന ടാങ്കർ ആക്രമിച്ചത് തങ്ങളാണെന്ന് അമേരിക്ക. ഉപരോധം ലംഘിച്ചും മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഇറാനിലേക്ക് യാത്ര ചെയ്തപ്പോഴാണ് കപ്പലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ T വീണ വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചു. CMRL MD ശശിധരൻ കർത്ത, മകനും ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറുമായ ശരൺ S കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ എന്നിവർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് 1 വർഷം ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്ന് 4 വെട്ടിക്കുറച്ചു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ മാൽഖനൂജ അറിയിച്ചതാണ് ഇക്കാര്യം. 2016 മെയ്യിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 9 കുറച്ചിരുന്നു. CPMൽ നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് വെട്ടിമാറ്റി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എതിരായ വിമർശനങ്ങളും ഒഴിവാക്കി. എന്നാൽ നിലവിലെ റിപ്പോർട്ടുമായി കീഴ്ഘടകങ്ങളിലേക്ക് ചെല്ലാനാകില്ലെന്നും തിരുത്തുവേണമെന്നും സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഉത്തരവ് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ വെള്ളിയാഴ്ച ഉന്നതതല യോഗം വിളിച്ചു. ആരോഗ്യമന്ത്രി K മുരളീധരൻ വിളിച്ച യോഗത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച് താമസമാക്കിയ 12 ബംഗ്ലാദേശികൾ കൊല്ലം ജില്ലയിൽ പിടിയിൽ. കൊട്ടാരക്കരയിൽ നിന്ന് 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരും നീണ്ടകരയിൽ ദമ്പതികളുമാണ് പിടിയിലായത്. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റു മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്നും അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനം ഇല്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. തടവുപുള്ളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഒരു സെൻട്രൽ ജയിൽ കൂടി വേണ്ടിവരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ പരിഷ്കാര നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിൽ ആസ്ഥാനത്ത് ജയിൽ DIGമാരുടെയും ഉന്നതോദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് മാത്യു കുഴൽനാടൻ MLA. വീണ സ്വന്തം വിലാസമായി നൽകിയതും പിണറായിക്ക് ഫ്ളാറ്റുള്ളതുമായ AKG സെന്ററിലും റെയ്ഡ് നടത്തേണ്ടതായിരുന്നുവെന്നും കേസിൽ ഇനിയും പലതും പുറത്തുവരുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. വീണ വിജയന്റെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ജോൺ ബ്രിട്ടാസ് MP. SFIയോടക്കം വീണ വിവരങ്ങൾ ധരിപ്പിച്ചതാണ്. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനകളെക്കുറിച്ചും അന്വേഷണം വേണമെന്നും ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. MG സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ അനുഭാവികളെ കൂട്ടത്തോടെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിയോടും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തോടും യോജിപ്പില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. സർവകലാശാലകളിൽ ഗവർണറുടെ ഇടപെടലുകൾ LDF ഭരണകാലത്താണ് ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു.
ഇന്നസെന്റിന്റെ നിര്യാണവേളയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് 55 വാഹനങ്ങളുടെയും 560 പോലീസുകാരുടെയും അകമ്പടിയോടെ ആയിരുന്നു എന്ന BJP നേതാവ് മേജർ രവിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ്. വിഴിഞ്ഞത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പൽ അപകടം വരുത്തിവച്ചെന്ന് ഡിജി ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ ബാലസ്റ്റ് വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്ത് ലോഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കപ്പലിന് 5 ഡിഗ്രി ചെരിവുണ്ടായിരുന്നു. 2016 നടന്ന കൂട്ടിയിടിയിൽ കപ്പലിനുണ്ടായ കേടുപാടുകൾ പരിഹരിച്ചില്ലായിരുന്നു. കണ്ടെയ്നർ കയറ്റുമ്പോഴേ വിഴിഞ്ഞം പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നും പരിശോധിക്കും. കോതമംഗലം SHOയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. അർജുൻ ആയങ്കിയുടെ ഭീഷണി പോസ്റ്റിൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത് 10,853 പേരാണ്. ഇന്നലത്തെ കണക്കുകൾ പ്രകാരം പനി ബാധിതർ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. തൃശൂർ വില്ലടത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വിൽവട്ടം, നടത്തറ, പൂച്ചട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വീണു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ പാർക്കിങ്ങിൽ തേക്കുമരങ്ങൾ കടപുഴകി വീണ് 3 ഓട്ടോറിക്ഷകളും 1 കാറും തകർന്നു. നഴ്സിംഗ് ലൈംഗികവൽക്കരിക്കപ്പെട്ട ജോലിയാണെന്ന BJP MP കങ്കണ റണാവത്തിന്റെ പരാമർശം നഴ്സിംഗ് മേഖലയെ മാത്രമല്ല, ഈ തൊഴിൽ ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്ന ലക്ഷക്കണക്കിന് നഴ്സുമാരുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. CBSE പുനർമൂല്യനിർണ്ണയം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി. എത്രയും വേഗം ഫലം പ്രഖ്യാപിക്കണം. ഇതിന് ബോർഡ് സാധ്യമായതെല്ലാം ചെയ്യണം. വെള്ളിയാഴ്ചയ്ക്കകം കൃത്യമായ പദ്ധതി അറിയിക്കണം. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥി നൽകിയ ഹർജിയിലാണ് ഇടപെടൽ. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ സെക്കുലർ നേതാവുമായ 93-കാരനായ HD ദേവഗൌഡയ്ക്ക് BJP രാജ്യസഭാ സീറ്റ് നിഷേധിച്ചു. BJP ചതിച്ചെന്നാണ് JDSന്റെ ആരോപണം. ദേവഗൌഡയുടെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്തുള്ള നടപടിയെന്നാണ് BJPയുടെ വിശദീകരണം. തൃണമൂൽ കോൺഗ്രസിലെ 28 MPമാരിൽ 22 പേരും BJPയിലേക്ക് കൂറുമാറുന്നു. വിമത MPമാർ കൂട്ടത്തോടെ ഡൽഹിയിലെത്തി BJP നേതൃത്വവുമായി ചർച്ച നടത്തി. മണ്ഡല പുനർനിർണയ ബില്ല് പാസാക്കാൻ DMKയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സമവായമായാൽ ബില്ല് വർഷകാല സമ്മേളനത്തിൽ വീണ്ടും കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. വരും മാസങ്ങളിൽ എണ്ണ, പാചകവാതക വിലകൾ കുറഞ്ഞേക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആഗോള വിപണി ശാന്തമാകുന്നതോടെ വിലയിൽ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണം നിർത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് പറഞ്ഞു. ഇതേസമയം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരെ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്നും ക്രൂഡ് ഓയിൽ വില കുറയുമെന്നും ട്രംപ് പറഞ്ഞു. ലോകകപ്പ് ടീമുകൾക്ക് ഫിഫ നൽകുന്നത് കൂറ്റൻ സമ്മാനത്തുക. ആകെ 6,238 കോടി രൂപയാണ് ഫിഫ സമ്മാനത്തുകയായി നൽകുന്നത്. പങ്കെടുക്കുന്ന ടീമുകൾക്ക് മറ്റു ചെലവുകൾക്കായി നൽകുന്ന തുക കൂടി കണക്കാക്കിയാൽ ആകെ 7,400 കോടി രൂപയിലധികം വരും. ലോക ചാമ്പ്യന്മാർക്ക് ഇക്കുറി സമ്മാനത്തുക 417.50 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് കിട്ടിയതിനേക്കാൾ 76 കോടിയിലധികം രൂപ. 2ാം സ്ഥാനക്കാർക്ക് ഏതാണ്ട് 288 കോടി രൂപയും 3ാം സ്ഥാനക്കാർക്ക് 254.675 കോടി രൂപയും
4ാം സ്ഥാനക്കാർക്ക് 237 കോടി രൂപയും കിട്ടും. പങ്കെടുക്കുന്ന ടീമിന് 87.5 കോടി രൂപ കിട്ടും. ലോകകപ്പിന് ഒരുങ്ങാനുള്ള തുക വേറെയും കിട്ടും. ലോകകപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ഫ്രാൻസ് 1-3 ഗോളുകൾക്ക് നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിച്ചു. മൈക്കിൾ ഒലീസയുടെ വകയായിരുന്നു ഫ്രാൻസിന്റെ 3 ഗോളുകളും. ഹാട്രിക് ഗോൾ നേടിയ ഒലീസെ തന്നെയായിരുന്നു ഫ്രാൻസിന്റെ വിജയശില്പി. പാട്രിക് കെല്ലിയാണ് നോർത്തേൺ അയർലൻഡിനായി ആശ്വാസ ഗോൾ നേടിയത്. ലോകകപ്പിലെ മറ്റൊരു സൗഹൃദ മത്സരത്തിൽ നെതർലാൻഡ് 1-2 ഗോളുകൾക്ക് ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചു. കോഡി ഗക്പയാണ് നെതർലാൻഡിനായി 2 ഗോളുകൾ നേടിയത്. ഇഗോർ സെർഗീവാണ് ഉസ്ബെക്കിസ്ഥാന്റെ ഏക ഗോൾ നേടിയത്. മത്സരത്തിന്റെ 87ാം മിനിറ്റിൽ നെതർലാൻഡിന്റെ ഗൂസ്റ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായെങ്കിലും നെതർലാൻഡ് വിജയം കൈപ്പിടിയിൽ സ്വന്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.